ഹേ ഗായ്സ്, എന്തൊക്കെയുണ്ട്? ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ബഹ്റൈൻ ബീച്ച് ബേ റിസോർട്ടിലാണ്. അവിടുത്തെ ഒരു പാർട്ടി ഹാളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ എന്താണ് നടക്കുന്നതെന്ന്, വിഷു, ഈസ്റ്റർ, ഈദ് സെലിബ്രേഷനും അതുപോലെ മെമ്പേഴ്സ് ഗെറ്റ് ടുഗെദറും. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ വരുന്നത് ബഹ്റൈൻ സല്ലാക്കിലാണ് കേട്ടോ. അവിടുത്തെ ഒരു റിസോർട്ടാണിത്. അപ്പോൾ ഇതിനകത്ത് തന്നെ റൂംസും അതുപോലെ പാർട്ടി ഹാൾസ് പിന്നെ പ്രൈവറ്റ് ബീച്ചൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ അടിച്ച് പൊളിച്ച് വരാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ്. അപ്പോൾ ഇന്നത്തെ പാർട്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് തന്നെ പോപ്പിൻ്റെ വിയോഗത്തിന് അനുസ്മരിച്ചുകൊണ്ടാണ്. അതിനുശേഷം നമ്മുടെ ചെയർമാൻ്റെയും അതുപോലെ അതായത് ചെയർമാനായ എബ്രഹാം സാറിൻ്റെയും ബാബു സാറിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഷെയ്ൻ ചേച്ചീൻ്റെയും അതുപോലെ WMCയിലെ കുറേ മെയിൻ മെമ്പേഴ്സിൻ്റെയൊക്കെ സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മുടെ വുമൻസിൻ്റെ വകയുണ്ടായിരുന്ന ഡാൻസ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. നമ്മുടെ WMCയിൽ ഒരുപാട് കലാകാരന്മാരുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും പ്രോഗ്രാമിന് ഒരു ക്ഷാമം ഉണ്ടാവാറില്ല. എന്തൊരു ഒക്കേഷൻ വരുമ്പോഴും ഡാൻസ് ചെയ്യാനും പാട്ട് പാടാനൊക്കെ ഒത്തിരി പേര് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ WMC ഗ്രൂപ്പിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് ആണ് കേട്ടോ. സാധാരണ എന്ത് പ്രോഗ്രാം വെക്കും, ആര് ചെയ്യും എന്നുള്ള കാര്യത്തിലായിരിക്കും എല്ലാവർക്കും വറീസ്. നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. എന്ത് പ്രോഗ്രാം വന്നാലും അതിനെ കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല കലാപ്രതിഭകൾ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിലുണ്ട്. ന്യൂ മെമ്പേഴ്സിനെയൊക്കെ നമ്മൾ നല്ല വാമായിട്ട് വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രോഗ്രാമിൻ്റെയൊക്കെ ശേഷം നമുക്ക് അടിപൊളി ഒരു ബൊഫെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സീ ഫുഡും അതുപോലെ തന്നെ വെജ്, നോൺ വെജ് എല്ലാ ഐറ്റംസും അവൈലബിൾ ആയിരുന്നു കേട്ടോ. പിന്നെ WMCയുടെ ഏത് പ്രോഗ്രാം ഉണ്ടായാലും അവസാന നിമിഷത്തിൽ നമ്മുടെ എല്ലാ മെമ്പേഴ്സും കൂടി മറന്നിട്ടുള്ള ഒരു കലാശക്കൊട്ട് നൃത്തം ഉണ്ടാവാറുണ്ട്. എന്നത്തെയും പോലെ പതിവ് തെറ്റിക്കാതെ ഇന്നും നമ്മൾ അടിച്ച് പൊളിച്ച് തകർത്താടി.